ഏകാദശികളിൽ തന്നെ ഏറ്റവും സവിശേഷമായിട്ടുള്ള ഒരു ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ശരിയായ രീതിയിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭഗവാനോട് കൂടുതൽ അടുക്കാൻ പറ്റുന്ന ഒരു ഏകാദശിയാണിത്. നമ്മുടെ വിഷമങ്ങളും ആദികളും വ്യാധികളും ഒക്കെ മാറ്റിത്തരാൻ സഹായിക്കുന്ന ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. 2025 സ്വർഗവാതിൽ ഏകാദശി വരുന്നത് ജനുവരി 10-നാണ്. ജനുവരി 10-നാണെങ്കിലും നമ്മൾ അന്ന് മാത്രമല്ല വ്രതം നോക്കേണ്ടത്, വ്രതം തലേന്ന് തന്നെ തുടങ്ങണം. അതെങ്ങനെയൊക്കെയാണെന്ന് പിന്നീട് പറയാം. ഗുരുവായൂർ ഏകാദശി, അതായത് കഴിഞ്ഞ മാസത്തെ ഏകാദശി നോക്കിയവർ ഉറപ്പായിട്ടും സ്വർഗവാതിൽ ഏകാദശിയും കൂടി നോക്കണം. അങ്ങനെ ഒരു ചൊല്ല് തന്നെയുണ്ട്. അല്ലാത്തവർക്കും, ഗുരുവായൂർ ഏകാദശി നോക്കാത്തവർക്കും ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യുകയാണെങ്കിലും അവർക്കും സ്വർഗവാതിൽ ഏകാദശി ഉറപ്പായിട്ടും എടുക്കാൻ കഴിയുന്നതാണ്. സ്വർഗവാതിൽ ഏകാദശി നാളിൽ വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നവർ മുൻവാതിലിൽ കൂടി പ്രവേശിച്ച് ദർശനം നടത്തുക. എന്നിട്ട് പൂജകൾക്കൊക്കെ ശേഷം മറ്റൊരു വാതിൽ കൂടി പുറത്തു കടന്നാൽ സ്വർഗവാതിൽ കടക്കുന്നതിന് തുല്യമാണെന്ന് വിശ്വാസമാണ്. അതാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ മുൻവശത്തൂടെ തൊഴാൻ കയറിയിട്ട് വേറെ ഏതെങ്കിലും വാതിൽ വഴി പുറത്തേക്ക് പോവുകയാണെങ്കിൽ നമ്മൾ സ്വർഗവാതിൽ കടന്നു എന്നാണ് വിശ്വാസം. ജനുവരി 10-നാണ് സ്വർഗവാതിൽ ഏകാദശി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ 9-ാം തീയതി തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം വ്രതാനുഷ്ഠാനം. തലേ ദിവസം ആരംഭിക്കേണ്ടതാണ്. അതായത് 9-ാം തീയതി നമ്മൾ ഒരിക്കൽ ഊണ് മാത്രം നടത്തണമെന്നാണ് വിധി. അതായത് ഒരു നേരം മാത്രമേ അരി ആഹാരം കഴിക്കാൻ പാടുള്ളൂ. ബാക്കി സമയങ്ങളിൽ അരി ആഹാരം ഒഴിച്ച് മറ്റെന്തും കഴിക്കാം. നോൺ വെജ് ഒരിക്കലും കഴിക്കാൻ പാടില്ല. തലേന്ന് രാവിലെയും വൈകുന്നേരവും കുളിച്ച് അതേപോലെ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഇനി ജനുവരി 10-നാണ് ഏകാദശി ദിനം. ഏകാദശി ദിനത്തിൽ അരിയാഹാരം ഒട്ടുമേ പാടില്ല. പൂർണ്ണമായ ഉപവാസമാണ് ഏറ്റവും നല്ലത്. പക്ഷേ ഈ നമ്മുടെ ഒരു ഇപ്പോഴത്തെ എല്ലാവരുടെയും ആരോഗ്യാവസ്ഥയൊക്കെ അനുസരിച്ചിട്ട് ഒരു നേരം പഴങ്ങളൊക്കെ മാത്രം കഴിച്ചും വ്രതം അനുഷ്ഠിക്കാം. അല്ലെങ്കിൽ 3 നേരവും പഴങ്ങൾ മാത്രം കഴിച്ചിട്ട് നമുക്ക് ഈ ഒരു വ്രതം അനുഷ്ഠിക്കാൻ കഴിയുന്നതാണ്. വ്രത ദിവസങ്ങളിൽ നമ്മൾ ഒരിക്കലും എണ്ണ തേച്ച് കുളിക്കുവാനോ പകൽ സമയത്ത് ഉറങ്ങാനോ പാടില്ല. ശുദ്ധിയുള്ളതും നല്ല വെളുത്ത നിറത്തിലുള്ള നമ്മുടെ സാധാരണ സെറ്റ് മുണ്ട് വസ്ത്രങ്ങളൊക്കെ ധരിക്കുന്നത് ഏറ്റവും അനുയോജ്യം എന്ന് പറയുന്നത്. ഏകാദശി ദിവസം വിഷ്ണു ക്ഷേത്രത്തിൽ ഉറപ്പായിട്ടും ദർശനം നടത്തുകയും നമുക്ക് അവിടെ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള വഴിപാടുകളൊക്കെ നടത്തുക. അതിനുശേഷം ഒരു വാതിലിൽ കൂടി കടന്ന് മറ്റൊരു വാതിൽ കൂടി പുറത്ത് കിടക്കുകയും ചെയ്യണം. ഈ ഒരു ഏകാദശി ദിവസം വിഷ്ണു സഹസ്രനാമവും വിഷ്ണു അഷ്ടോത്തരമൊക്കെ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ്. മാത്രവുമല്ല നമ്മൾ ആ ഒരു ദിവസം മുഴുവൻ ഓം നമോ നാരായണ എന്ന മന്ത്രം ഇടയ്ക്കിടയ്ക്ക് ജപിക്കുന്നത് നല്ലതാണ്. പറ്റുമെങ്കിൽ 3 നേരവും 108 പ്രാവശ്യമൊക്കെ ചൊല്ലാം. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ എന്നിങ്ങനെയുള്ള മന്ത്രങ്ങൾ ചൊല്ലാം കേട്ടോ. ഇതിൽ ഓം നമോ നാരായണ എന്ന് പറയുന്നത് അഷ്ടാക്ഷര മന്ത്രവും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് പറയുന്നത് ദ്വാദശാക്ഷരി മന്ത്രവുമാണ്. ഇത് രണ്ടും 108 തവണയാണ് സാധാരണ ജപിക്കുന്നത്. അതിന് കഴിയാത്തവർ ഇടയ്ക്കിടയ്ക്ക് ജപിക്കാവുന്നതാണ്. പിന്നെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഏകാദശി ദിവസം നമ്മൾ ഒരിക്കലും തുളസിയില പറിക്കരുത് കേട്ടോ. കാരണം തുളസിയിലയും ഏകാദശി വ്രതം ആചരിക്കുന്ന ദിവസമാണെന്നാണ് വിശ്വാസം. ഏകാദശി വ്രതം നമ്മൾ സ്റ്റോപ്പ് ചെയ്യുന്നത്, അതായത് അവസാനിപ്പിക്കുന്നത് പിറ്റേ ദിവസമാണ് കേട്ടോ. പാരണ സമയമുണ്ട്, ആ സമയത്താണ് നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ തുളസിയില ഇട്ട തീർത്ഥമാണ് സേവിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്കത് ഒന്നുകിൽ അമ്പലത്തിൽ പോയിട്ട് തീർത്ഥം വാങ്ങിച്ച് കുടിക്കാം, അതല്ലെങ്കിൽ വീട്ടിൽ തന്നെ നമ്മൾ തുളസിയില ഇട്ട വെള്ളം സേവിച്ചിട്ട് വ്രതം അവസാനിപ്പിക്കാം. പക്ഷേ അന്ന് നമുക്ക് തുളസിയില എടുക്കാൻ പറ്റില്ലല്ലോ, അത് നമ്മൾ പറഞ്ഞല്ലോ എടുക്കാൻ പാടില്ലെന്ന്. സോ നിങ്ങൾ അത് 9-ാം തീയതി ആ തുളസിയില എടുത്ത് സൂക്ഷിച്ച് വെക്കുക. എന്നിട്ട് അതിട്ട വെള്ളം നമുക്ക് വ്രതം അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഇതിനെ നമ്മൾ പാരണ വീടലെന്നാണ് പറയുന്നത് കേട്ടോ. ഇങ്ങനെ വ്രതം അവസാനിപ്പിക്കുമ്പോൾ ഒരു മന്ത്രം കൂടി പറയുന്നുണ്ട് കേട്ടോ. ഫൗഷീഹും പുണ്ടരീകാക്ഷ ശരണമേ ഫവാച്യുത എന്ന് പറയുന്നുണ്ട്. അതായത് പുണ്ടരീകാക്ഷനായ ഭഗവാനെ ഞാനിതാ പാരണ ചെയ്യുന്നു, അങ്ങനെനിക്ക് ശരണമായി ഭവിക്കണേ അച്യുത എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് കേട്ടോ. ഈ ശ്ലോകം ഉരുവിട്ടുകൊണ്ട് വേണം വ്രതം അവസാനിപ്പിക്കേണ്ടത്. ഗുരുവായൂർ പത്മനാഭസ്വാമി ക്ഷേത്രം തുടങ്ങിയ വിഷ്ണു പ്രതിഷ്ഠയുള്ള മഹാക്ഷേത്രങ്ങളിലെല്ലാം തന്നെ സ്വർഗവാതിൽ ഏകാദശി ദിവസം വളരെ സവിശേഷമായിട്ടാണ് ആചരിക്കുന്നത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏകാദശിയാണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനും വിഷമങ്ങൾ മാറ്റാനും രോഗങ്ങൾ മാറ്റാനും ഒക്കെ വളരെ നല്ല ഒരു ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി. ആദ്യമായിട്ട് എടുക്കുന്നവർ ഈ പറഞ്ഞ രീതിയിലൊക്കെ ചെയ്താൽ മതി. തലേന്ന് സ്റ്റാർട്ട് ചെയ്യണം. തലേന്ന് ഒരിക്കലൂണാണ്, അതായത് ഒരു അരിയാഹാരം ഒരു നേരം മാത്രമാണ്. ബാക്കി സമയങ്ങളിൽ അല്ലാത്ത ആഹാരം കഴിക്കുക, നോൺ വെജ് കഴിക്കാനേ പാടില്ല. ആർത്തവ സമയമാണെങ്കിലും വ്രതം എടുക്കാൻ പാടില്ല. ജനുവരി 10-നാണ് സ്വർഗവാതിൽ ഏകാദശി. അന്ന് അരിയാഹാരമോ മറ്റാഹാരങ്ങളോ പാടില്ല. ഫ്രൂട്ട്സ് മാത്രം കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നിങ്ങൾക്ക് നെറ്റിലെല്ലാം നോക്കിയാൽ ഏകാദശി ദിവസം കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കാണാൻ കഴിയും കേട്ടോ. പിന്നെ നെക്സ്റ്റ് ഡേ ആണ് നമ്മൾ രാവിലെയാണ് വ്രതം നിർത്തുന്നത്. അതിനെ പാരണ വീടൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ
ഭഗവാന്റെ വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതും മഹാവിഷ്ണുവിൻ്റെ അമ്പലങ്ങളൊക്കെ സന്ദർശിക്കുന്നതും തൊഴുന്നതും വഴിപാട് നടത്തുന്നതും വളരെ ഉത്തമമായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പോൾ പരമാവധി എല്ലാവരും എടുക്കാനായിട്ട് ശ്രമിക്കുക. നന്ദി.